നമസ്കാരം. സംവിധായകൻ ഷാജി കൈലാസ് ചേരുകയാണ് നമ്മളോടൊപ്പം. നമസ്കാരം സർ. നമസ്തേ സർ, ഹണ്ട് എന്ന സിനിമ റിലീസാവുന്നു, ഒരു അത്യാവശ്യം നല്ല അഭിപ്രായം ലഭിക്കുന്നു. സാഹചര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആണ്, പക്ഷെ എന്നാൽ പോലും സിനിമയുടെ ഒരു വിജയം, ഒരു ആദ്യ ദിവസത്തെ ഒരു പ്രതികരണം എന്ത് തോന്നുന്നു സർ? ഇല്ല, നമ്മളെ ഒരു 1.5 വർഷമായി ഈ സിനിമ ചെയ്തു വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ ഒന്ന് ഇതായിട്ട് ഒരു ഇത് ചെയ്തു, ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യും ജനങ്ങൾ. 1.5 വർഷം മുമ്പുള്ള ട്രെൻഡ് അല്ലല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഇപ്പോഴത്തെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ ഈ സിനിമ, പക്ഷേ കയറി കണ്ടവർക്കെല്ലാം നല്ല മികച്ച അഭിപ്രായമാണ് കിട്ടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫാമിലി ടാർഗറ്റാണ് ഈ സിനിമ. നല്ല രസമുള്ള സിനിമ എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. എനിക്ക് വന്ന പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ അങ്ങനെയാണ്. ഇന്നലെ തന്നെ ഒരു സ്ഥലത്ത് രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞ് 2 ഷോ കൂടെ ഇടേണ്ടി വന്നു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഒരു പോസിറ്റീവായിട്ടല്ലേ, അങ്ങനെ ഒരു സന്തോഷത്തിലിരിക്കുകയാണ്. സർ, കഴിഞ്ഞ ദിവസമാണ് പ്രധാനപ്പെട്ട 3 നായികമാരുടെ സിനിമ ഒരു ദിവസം റിലീസാവുന്ന ഒരു വലിയ പ്രത്യേകത നടന്നിട്ടുണ്ട്. കാരണം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു സംസാരം നായകന്മാരെ മാത്രം മുൻനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു മലയാള സിനിമ ഇൻഡസ്ട്രി എന്നാണ്. അവിടെ നിന്നുകൊണ്ടാണ് മഞ്ജു വാര്യർ, മീര ജാസ്മിൻ, ഭാവന, ഈ 3 പ്രധാനപ്പെട്ട താരങ്ങളുടെ സിനിമ റിലീസാവുന്നത്. ഒരു സംവിധായകൻ എന്ന രീതിയിൽ സാറിന് അത് എത്രമാത്രം സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്? എന്നാലും ഞാനിത് ഈ സിനിമയുടെ കഥ വന്ന് പ്രൊഡ്യൂസറാണ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, ഷാജി ഈ സിനിമ ഒരു ചെറിയ സിനിമയാണ്, ഇത് ചെയ്തു തരണം. ഞാൻ പറഞ്ഞു ഇതിനകത്ത് പെട്ട സിനിമയല്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു കുറച്ച് വൈഡായിട്ടുള്ള സിനിമകൾ എടുക്കണമെന്നുള്ള താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ചെറിയ സിനിമ ഷാജി ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞാൽ ബിഫോർ കോവിഡാണേ ഇത് വന്ന് പറഞ്ഞത്. അപ്പോൾ എത്ര വർഷമായി നോക്കണം ഇത് തുടങ്ങിയിട്ട് ഈ പ്രോജക്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എങ്ങനെ ആര് ചെയ്യും? അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാരുടെ നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നവർ, കുറേ ആർട്ടിസ്റ്റ് എടുത്ത് ലാസ്റ്റാണ് ഭാവനയിൽ എത്തിയത്. അപ്പോൾ ഭാവന ആ സമയത്ത് ഫ്രീ ആയിരുന്നു, അങ്ങനെ ഇത് ചെയ്തു. പക്ഷേ ഒരു പെൺകരുത്താണ് ഈ സിനിമയുടെ മൊത്തം എന്ന് പറഞ്ഞാൽ 2 ലേഡി ക്യാരക്ടേഴ്സാണ് ഈ പടം ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ എനിക്ക് സംബന്ധിച്ചുകൊണ്ട് വലിയൊരു പുതുമയാണ്. ഞാൻ ചിത്രങ്ങളാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലേഡി ക്യാരക്ടേഴ്സൊക്കെ വളരെ കുറവാണ് എൻ്റെ സിനിമകളിൽ. എന്ന് പറഞ്ഞാൽ ഒരു എല്ലാം ഭയങ്കര പവർഫുൾ സിനിമകളാവുമ്പോൾ ഒരു മസ്കുലിൻ വെച്ച് അവരുടെ ബോഡി ലാംഗ്വേജ് വെച്ച് എല്ലാം ഒരു സൂപ്പർ ഹീറോസിനെ പോലെ ചെയ്യിപ്പിക്കാനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ലേഡി ഓറിയന്റഡ് സിനിമ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇവരെ ചിന്താമണിൻ്റെയും റെഡ് ചില്ലീസിലും 9 പെൺകുട്ടികൾ ഉണ്ടായിരുന്നാലും, പക്ഷേ വേറെ സുരേഷ് ഗോപിയും മോഹൻലാലും അതിന് പിന്നിലുണ്ട്. പക്ഷെ ഇതല്ല, ഈ 2 പെൺകുട്ടികളെ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്തത്. അത് അത്ര കംഫർട്ടായിരുന്നു അവർ നമ്മളിതിനകത്ത് ചെയ്യുമ്പോൾ. ഞാനും കംഫർട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുന്നത്. പ്രത്യേക രീതിയിൽ സിനിമ മേക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്ത പടമാണ്. പക്ഷെ അതിന് നല്ല റെസ്പോൺസ് ഉണ്ട്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം വിളിച്ച് പറയുന്നുണ്ട് ഡിഫറൻ്റ് ആയിട്ടൊരു സിനിമ പുതിയ ജോണറിൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരു സന്തോഷം. ഭാവനയുമായിട്ട് ഏകദേശം 20 വർഷത്തിന് ശേഷമാണ് സർ. 18 years ആയി. ഒരു ചിന്താമണി കഴിഞ്ഞിട്ട് 2004 ചിന്താമണി. അതെ, 20 വർഷമായി. അതെ, ആ ഒരു 20 വർഷം എങ്ങനെയുണ്ട് സർ? ചേഞ്ച് ഉണ്ട്. ആ കുട്ടി ഭയങ്കരമായിട്ട് മാറി എന്ന് പറഞ്ഞാൽ അന്നത്തെ കുട്ടിയല്ല, അന്നത്തെ ഒരു നാടനല്ല, ഒരു നാടൻ കുട്ടിയായിരുന്നല്ലോ നമ്മൾ അന്ന് ചെയ്തത്. ഇന്ന് ആ കുട്ടിയുടെ മേക്ക് ഓവറിലും മറ്റേതിനൊക്കെ ചേഞ്ച് ഉണ്ട്. അപ്പോൾ പെൺകുട്ടികൾ എന്ന് പറഞ്ഞ സംഭവം അറിയാമോ, അത് അവരിങ്ങനെ 18 വർഷം കഴിഞ്ഞപ്പോഴും ഭാവന ഒരു സ്റ്റൈലിഷ് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അതിൽ പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അവരൊക്കെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യും ഒരു സിറ്റുവേഷനെ. എങ്ങനെയാണ് അഭിനയിക്കണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണല്ലോ ഇങ്ങനത്തെ ആർട്ടിസ്റ്റുമായിട്ടുള്ള നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ അതിനൊരു കരുത്ത് നമുക്കിവിടെ ഈ സിനിമയ്ക്കൂടെ കിട്ടിയിട്ടുണ്ട്, എനിക്കും കിട്ടിയിട്ടുണ്ട്. സർ, സിനിമ റിലീസ് ആവുന്ന വേള ഒരു മോശകരമായ അവസ്ഥയാണെന്ന് തോന്നുന്നുണ്ടോ സാറിന്? പ്രത്യേകിച്ച് ഇപ്പോൾ അങ്ങനെയല്ല, ഇത് എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് സംഭവങ്ങളാണെന്നാണ് നമ്മൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു വ്യവസായമാണ്. വ്യവസായത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അതിപ്പോൾ അതിഭീകരമായിട്ട് വന്ന് ഇൻക്ലൂഡിങ് നമ്മളെല്ലാവരും ഒരു വിഷമത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വല്ലാത്തൊരു അന്തരീക്ഷം നിൽക്കുമ്പോൾ ഈ സിനിമ ചെയ്യുമ്പോൾ, സിനിമ റിലീസ് ചെയ്യുന്ന സമയത്തൊക്കെ വല്ലാത്തൊരവസ്ഥയാണ്. സിനിമ തന്നെ വെറുക്കപ്പെടുമെന്നൊരു പേടിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാരുടെ ഇടയിൽ. അത് ഈ ആൾക്കാർ കയറി സിനിമ നന്നായിട്ട് വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ സന്തോഷം. എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ആ കാറ്റഗറി പെടുത്താതെ കൊണ്ടുപോകുന്നുണ്ട് വിചാരിച്ചിട്ടാണ്. അല്ലാതെ നമ്മളിങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ വല്ലാത്ത രീതിയിൽ നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ലല്ലോ. നമ്മൾ പോസിറ്റീവായിട്ട് കാണണ്ടേ എല്ലാത്തിനെയും. നമ്മൾ കുറേ ആൾക്കാർ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ അതിന് വ്യക്തമായ സർക്കാർ നടപടി എടുക്കുന്നുണ്ട്. പക്ഷെ എടുക്കുന്നതാണ് എന്റെ വിശ്വാസം. പക്ഷെ പ്രേക്ഷകരിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ പല താരങ്ങളും ഇങ്ങനെയാണോ ശരിക്കും ജീവിതത്തിൽ എന്ന് പറയുന്ന ഒരു സംശയ നിഴലിൽ നിൽക്കുകയാണ്. ഇപ്പം ഞാൻ പറയുന്നേക്കൂ, നമ്മൾ 5 ദിവസമായി എനിക്ക് ചാനൽ ഓപ്പൺ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഒരു മൈൻഡ് സെറ്റ് വേറെ ആവത്തില്ലേ? നമ്മുടെയൊക്കെ മൈൻഡ് സെറ്റ് വേറെ ആവത്തില്ലേ? ഇങ്ങനെ ഇത് നമ്മൾ കേട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് വേറെ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് സമൂഹത്തിൽ ഇങ്ങനെ ചേഞ്ച് വരുന്നത്. നമ്മളിപ്പോൾ സിമ്പതി എന്നല്ല, നമുക്ക് വേദന ഉണ്ടാക്കിയ കാര്യമാണ് ഉരുൾപൊട്ടൽ. അന്ന് കണ്ടിന്യൂസ് മീഡിയ അവിടെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വേദന നമ്മൾ മനസ്സിലാക്കി, അല്ലേ?
കണ്ടിന്യൂസ് വേദന. അതൊരു കണ്ടിന്യൂസ് ഒരാഴ്ച നമ്മൾ അതിന്റെ പുറകെയായിരുന്നു. നമ്മൾ അവിടെ ജീവിക്കുന്ന പോലെയായി. അതേ അവസ്ഥയാണ് ഇപ്പോഴിത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വല്ലാതെ വേദനിപ്പിക്കും, നമ്മളും വേദനിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കപ്പെടേണ്ടതല്ലേ? മസ്റ്റായിട്ട് സംസാരിക്കണം. പക്ഷെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളിതിന്റെ വല്ലാതാവത്തില്ലേ? എന്നാലും ഇപ്പൊ ഞാൻ പറയുന്നു, നോക്കൂ, ഞാനൊരു ഡയറക്ടറാണ്. ഇപ്പൊ എനിക്കും നാളെ 3 കുട്ടികളുണ്ട്, വൈഫുണ്ട്. ഇങ്ങനെ സംഭവം വരുമ്പോൾ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് ഓഹോ ഇയാളും ഉണ്ടോ ഇങ്ങനെ പലരും ചോദിക്കുമ്പോൾ നമ്മൾ റിപ്പോർട്ടൊക്കെ വന്നു കേട്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വല്ലാതാവത്തില്ലേ? പക്ഷെ ഇതിന് ഞാൻ പറയുന്നത് ഇതിനൊരു പ്രതിവിധി ഉണ്ടാവണം. അത് സംഘടനയും സർക്കാരും എല്ലാവരും കൂടി ചേർത്ത് ഒരു സന്തോഷമായിട്ടൊരു ഫിനിഷിംഗ് ഉണ്ടാവണം. അതിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതെ സാർ, പക്ഷേ ഇത്രയും വർഷമായിട്ട് സാർ ഇൻഡസ്ട്രിയിൽ ഉള്ളതാണ്, ഒരു സീനിയർ മോസ്റ്റ് ഡയറക്ടറാണ്. അപ്പോൾ അതിനിടയിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഗുരുതരമായ ഈ ആരോപണങ്ങൾ വരുന്ന സമയത്ത് അത് റിപ്പോർട്ടാക്കി വരുമ്പോഴേക്കും അത് പ്രതികരിക്കാൻ വൈകുന്നു, അല്ലെങ്കിൽ പ്രതികരിക്കാൻ പലരും മടിയാണ്. എന്ത് പ്രതികരിക്കുന്നതാണ്? ആരെങ്കിലും ഒരു പ്രതികരിച്ചെന്ന് വെച്ചോളൂ, അവിടെ നെഗറ്റീവായിട്ട് അവരെ ഇല്ലാതാക്കും. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് ഒന്ന് പറയാൻ പോലും പറ്റത്തില്ല അവസ്ഥ. വല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ഒന്ന് കറക്റ്റായിട്ട് പറയാൻ വയ്യ. അങ്ങനെ പറയുമ്പോൾ അയാളാണ് ഈ കുഴപ്പത്തിലുണ്ടാക്കിയെന്ന് അയാൾക്ക് നേരെ ചാടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡസ്ട്രി നടക്കുന്ന സ്വഭാവങ്ങൾ എന്തായാലും നടക്കുന്ന പറയാൻ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ദൈവത്തോട്. എല്ലാ ഇൻഡസ്ട്രി രാവിലെ തൊട്ട് ഇതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും? ഇൻഡസ്ട്രി ഇഷ്ടംപോലെ സിനിമകൾ ഉണ്ടാകും. പരാതികൾ, കുറച്ച് പരാതികളുണ്ട്. ആ പരാതികൾ ഹേമ റിപ്പോർട്ടിൽ അവിടെ കൊടുത്തു. അതിന് പരിഹാരം ഗവൺമെന്റ് എടുക്കും, കോടതി എടുക്കും, എല്ലാവരും എടുക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യൂടെ? അല്ല, ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത്, അല്ല, ഞാൻ ഒരു ജനങ്ങളുടെ പെർസ്പെക്ടീവിൽ നിന്ന് സംസാരിക്കുകയാണ്. ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടാവുക, ഞങ്ങൾ ആരാധിക്കുന്ന താരങ്ങളാണ് ചിലപ്പോൾ സിനിമ ഇൻഡസ്ട്രിയെ തന്നെ നിയന്ത്രിക്കുക. ഇതൊക്കെ പ്രേക്ഷകരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന സംശയങ്ങൾ, ഒരു ഭീകരതയുമുണ്ട്. നമ്മൾ ആരാധിക്കുന്ന, ഇപ്പൊ സാർ തന്നെ മാസ്കുലിനിറ്റി ചെയ്ത സിനിമകളുണ്ട്. നമ്മൾ പല നടന്മാരോട് ആരാധന തോന്നിയിട്ടുള്ള സിനിമകൾ ഭൂരിഭാഗവും സാറിനുണ്ടായിട്ടുണ്ട്, മാസ് പരിവേഷങ്ങളിൽ നിന്ന്. പക്ഷെ അങ്ങനത്തെ സിനിമകളിൽ നിന്നുള്ള താരങ്ങൾ ചിലപ്പോൾ ആയിരിക്കാം അവരെല്ലാവരും ഈ രീതിയിലേക്ക് ചിലപ്പോൾ മാറുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ജനങ്ങളുടെ ഉള്ളിൽ തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, അതാണ് ഇപ്പൊ നമ്മൾ നോക്കുന്ന പ്രശ്നം. എന്താ പറയുമോ, ഇതിങ്ങനെ പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും അവരുടെ വിരൽ ചൂണ്ടും. അതാണ് ഇപ്പൊ കുഴപ്പം. ഇതൊരു ക്ലാരിഫൈ ചെയ്യേണ്ടതും ക്ലാരിറ്റി ഉണ്ടാക്കേണ്ടതും ഈ റിപ്പോർട്ട് കൊടുത്തവരും ഇത് മേടിച്ചവരുമാണ്. ഈ അഭിപ്രായങ്ങൾ വൈകുന്നത് ഒരു 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 ഭീകരത സൃഷ്ടിക്കും. അതാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അഭിപ്രായം പറയേണ്ട എന്നാണ് സാർ. അഭിപ്രായം പറയുമ്പോഴല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇന്നലെ അമ്മ എന്തോ പത്രസമ്മേളനം നടത്തിയെന്ന് വെച്ചോളൂ. അദ്ദേഹത്തെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു എടുത്ത് വായിക്കാൻ പറ്റുമോ ഫോണിനകത്ത്? ഇങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം അങ്ങനെയാണ്, അദ്ദേഹം അഭിനയിച്ചാണ്. അദ്ദേഹം പറയണ്ടേ ഇത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു സംശുദ്ധിയോടെ അതിനടുത്ത് മൂവ് ചെയ്ത് കാര്യങ്ങൾ പഠിച്ച് പറയാമെന്നാണ് പുള്ളി പറഞ്ഞത്. അതേപോലെ പറഞ്ഞു. അപ്പൊ അതുപോലെ പറയാനിപ്പോ ഞാൻ പറയുന്നത് എല്ലാം നമ്മൾ പേടിച്ച് നിൽക്കുകയാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നിലയിലാവുമെന്നാണ് എല്ലാവരും പേടിച്ച് നിൽക്കുന്നത് ഇപ്പോ. അങ്ങനെ ഭയക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ ഭാഗത്ത് പ്രശ്നമില്ല. നെഗറ്റീവ് അല്ലേ പറയുന്നത്? ഒരാൾ എത്രത്തോളം നെഗറ്റീവ്സ് ആകും? നമ്മൾ അങ്ങ് അയാളെ ഇല്ലാതാക്കിയില്ല, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ്. ഈ സിനിമയിലെ സെറ്റില് ശരിക്കും ക്യാപ്റ്റൻ നായകനാണോ? അതായത് ഒരുപാട് വർഷത്തെ പരിചയമുള്ള നായകനാണോ അതോ സംവിധായകനാണോ? ഇല്ല, രണ്ടുപേരും ഉണ്ടാവും. ചിലപ്പോൾ സീനിയർ മോസ്റ്റ് ഡയറക്ടർ ആയിരിക്കും. പക്ഷെ നായകൻ എന്നൊരു സ്ഥാനത്ത് വരുമ്പോൾ ഭയങ്കര റെസ്പെക്ട് ചെയ്യും നമ്മൾ. അദ്ദേഹം. പക്ഷെ ഇപ്പോൾ മിക്ക നായകന്മാരും പ്രൊഡ്യൂസേഴ്സാണ് അല്ലേ? പണ്ടത്തെ പോലെയല്ല. മിക്ക നായകന്മാരും പ്രൊഡ്യൂസേഴ്സാണ്. അവരാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവരുടെ തിയേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അത് അപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് അവരാണ്. പക്ഷേ ഈ പവർ ഗ്രൂപ്പ് മറ്റേ സംഭവം അങ്ങനെ ഇതുവരെ നമ്മൾ ഫീൽ ചെയ്തിട്ടില്ല. എന്താ പറയുക, നമ്മളെ ഫീൽ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അനുഭവിച്ചിട്ടില്ല. ഞാനൊരു 6-7 വർഷമായി ഈ മലയാള സിനിമ ചെയ്തിട്ട്, ഒരു 10 വർഷം അവറായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കടുവ എന്നൊരു സാധനം ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ പുതിയ ജനറേഷൻ വന്നിങ്ങനെ കയറി കഴിഞ്ഞു. വീണ്ടും നമ്മുടെ ഓൾഡ് ജനറേഷൻ നമ്മൾ വീണ്ടും വന്നതാണ്. അപ്പോൾ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ നടക്കണേ ഉള്ളൂ. ഈ പുതിയ കുട്ടികളായിട്ട് നമുക്കറിയത്തില്ല അവരുമായിട്ട് അവരെ അടുത്ത് വരിക. പിന്നെ ഞാൻ പുതിയ കുട്ടികൾ കൂടുതൽ ചെയ്തിട്ടുമില്ല. ഇപ്പം ടോവിനോ മറ്റേത് അർച്ചത് അങ്ങനത്തെ ടീമുമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. രാജു നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് രാജുവായിട്ടൊരു സംഭവം ചെയ്തിരുന്നു. ആസിഫ് അലി വരും എനിക്ക് ആദ്യമായിട്ടാണ് ചെയ്തത് ഞാൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ചെയ്തിട്ടില്ല ഒന്നും അങ്ങനത്തെ സിനിമകളിൽ. അപ്പോൾ അവരുമായിട്ടുള്ള അവരുടെ ആയിട്ടുള്ള എങ്ങനെയാണ് അവരുടെ സ്വഭാവങ്ങൾ നമ്മെ പറ്റി അറിയത്തില്ല, അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അറിയത്തില്ല. അതൊക്കെ നമ്മൾ പഠിച്ചു വരുന്നില്ലേ ഉള്ളൂ. പണ്ടാണ് നമ്മൾ സ്ഥിരം ഈ ആർട്ടിസ്റ്റുകൾ നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ മമ്മൂട്ടിൻ്റെ സിനിമയിൽ ശരി, മോഹൻലാൽ സിനിമയിൽ, സുരേഷ് ഗോപി സിനിമകളാണ് നമ്മൾ കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് ആ സിനിമകൾ നല്ല പോസിറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല.
സാർ ഇപ്പം സാർ തന്നെ കണ്ടു കാണുമല്ലോ വാർത്തയിൽ ഇപ്പൊ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണങ്ങൾ തന്നെ ഇപ്പൊ സാറും രഞ്ജിത്തും കൂടെ കൊളാബറേറ്റ് ചെയ്ത സിനിമകൾ നമുക്ക് മുന്നിൽ തന്നെ ഉണ്ട്. 6-ാം തമ്പുരാൻ നരസിംഹം ഉൾപ്പെടെയുള്ള സിനിമകളുണ്ട്. അപ്പോൾ ഈ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണം വരുമ്പോൾ സാറിനും അതിലൊന്നും പ്രതികരിക്കാൻ ഇല്ല. ഞാൻ എന്ത് പ്രതികരിക്കുക? അയാളല്ലേ പ്രതികരിച്ചു. അയാൾ പ്രതികരിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ അതൊരു പരാതി സാർ പരാതി ഞാൻ ഇതാണ് പറയുന്നത്. എനിക്കൊന്നും പറയാൻ പറ്റുന്ന അവസ്ഥയാണ്. ആരെന്താണ്, നമുക്ക് സത്യം എന്താണ്, നല്ലത് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഇതൊക്കെ ക്ലിയർ ആയിട്ട് വരുമ്പോൾ എന്ന് പറയുന്ന നിയമമുണ്ടല്ലോ. ആ നിയമത്തിന്റെ ഫ്രണ്ടിൽ വരുമ്പോഴല്ലേ ഇത് ക്ലാരിറ്റി കറക്റ്റ് ആവുള്ളൂ. അല്ല ഇപ്പോൾ എല്ലാം എയറിലല്ലേ. ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ മൊത്തം എയറിൽ നിൽക്കുകയാണ്. അപ്പോൾ അതൊന്ന് ലാൻഡ് ചെയ്തിട്ട് ആരുടെ പേരിലാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കട്ടെ. കേസ് കൊടുക്കും, തിരിച്ച് കേസ് കൊടുക്കട്ടെ. അങ്ങനെ കേസുകളായിട്ട് വരട്ടെ. അവ്യക്തത തോന്നുന്നുണ്ടോ താങ്കൾക്ക് ഈ ഹേമ ഉണ്ട് എന്ന് പറഞ്ഞാൽ? അതാ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞത്. സംഭവം എന്താണ് സംഭവം എന്ന് പിടിയും കിട്ടില്ല. എന്തൊക്കെയോ സംഭവം നടക്കുന്നു. എല്ലാവരും പ്രശ്നത്തിലായിരിക്കുകയാണ്. എന്താണെന്ന് പിടിയില്ല. ഒരു സംശയം നിഴലിൽ ബാക്കിയുള്ളവർ ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ പുറത്തിറങ്ങിയ റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചു ആൾക്കാർ. ഞാൻ പറഞ്ഞു അതൊക്കെ പിന്നെ ഇപ്പം താങ്കളുടെ സെറ്റിൽ എങ്ങനെയാണ് ഒരു കോഡ് ഓഫ് കണ്ടക്ട് എന്നുള്ള രീതിയിൽ ഇപ്പം താങ്കൾ ഒരു സീനിയർ മോസ്റ്റ് ഡയറക്ടറാണ്. ഇപ്പോഴും സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഒരു കോഡ് ഓഫ് കണ്ടക്ട് കീപ്പ് ചെയ്യാറുണ്ടോ? ഇപ്പൊ താരങ്ങൾക്ക്, പ്രത്യേകിച്ച് വനിതാ താരങ്ങൾക്ക് ഉൾപ്പെടെ അവരുടെ സൗകര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ. നമ്മളിപ്പോ ഈ പണ്ട് ക്യാരവനൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ 6-7 വർഷം മുമ്പ് ഇങ്ങനെ ക്യാരവൻ കൾച്ചർ ഇല്ല. ആക്ച്വലി എല്ലാവരും വന്ന് അവിടെ ഇവിടെ ഇരിക്കുക. അങ്ങനത്തെ ഒരു വില്ലേജിൽ പോകണമെങ്കിൽ അവിടെ ഇവിടെ താമസിക്കുക, അവിടെ ഇവിടെ ഒന്നിച്ചിരിക്കുക, കസേരയിട്ടിരിക്കുക, സംസാരിക്കുക, അത് തീർന്നു. ഇന്ന് ക്യാരവൻ കൾച്ചർ വരുമ്പോൾ സിനിമ അങ്ങോട്ട് വല്ലാതെ ഒതുങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ ആരും ഓപ്പൺ ആയിട്ടില്ല. എന്താണ്, എല്ലാവരും ക്യാരവനിൽ കയറിയിരിക്കും. ഇപ്പോൾ ഒരു ലേഡി ആർട്ടിസ്റ്റ് വേണമെങ്കിൽ നമ്മൾ ഡബിൾ ഡോറുള്ള ക്യാരവൻ 2 പേർക്കും കൊടുക്കുകയാണ്. 2 ലേഡി ആർട്ടിസ്റ്റ് 2 പേർക്കും കൊടുക്കുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ നടന്ന സംഭവമാണ്. എന്ന് പറഞ്ഞാൽ ഫുൾ ക്യാരവനാണ് അവർക്കെല്ലാം. മിക്കപ്പോഴും നമ്മളെ ഈ ഒന്നാമത് നമ്മളൊക്കെ ചെയ്യുന്ന ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത ഈ സിനിമ ഒരു ഫുൾ ക്യാമ്പസിലായിരുന്നു. അപ്പോൾ അവിടെ ഒരു കുഴപ്പമില്ല. ഫുൾ ക്യാമ്പസ് ആയതുകൊണ്ട് പിന്നെ അവർക്ക് വാഷ്റൂംസ് ഉണ്ട്, അതുകൊണ്ട് ഇതുകൊണ്ട് എല്ലാം ഉണ്ട്. അവിടെ ക്യാരവൻ വെളിയിലിട്ടിട്ട് അകത്തുനിന്നിരിക്കാം. മേക്കപ്പിന് റൂംസ് ഉണ്ട്. എല്ലാ AC ഉള്ള സംഭവത്തിലായിരുന്നു നമ്മൾ കൊടുത്തുകൊണ്ടത്. ഫുൾ കംഫർട്ടായിരുന്നു. പിന്നെ കടുവ എന്ന സിനിമയിൽ ക്ലൈമാക്സ് എടുക്കുമ്പോൾ 2000 ആർട്ടിസ്റ്റാണ്. അറിയാം, ജൂനിയർ ആർട്ടിസ്റ്റ്. ഈ 2000 ജൂനിയർ ആർട്ടിസ്റ്റ് രാത്രി ഫുൾ നിൽക്കുകയാണ് അവരെ. ഞാൻ വരെ പോയിട്ട് അവർക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്രയും വിളമ്പി കൊടുക്കാനുള്ള പ്രൊഡക്ഷൻ പിള്ളേരില്ല ഇത്രയും ആൾക്കാർക്ക്. അവരുടെ ചോദിച്ചു എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് രാത്രി എന്താണ് വേണ്ടത് എന്ന് ആദ്യമേ ചോദിച്ചു. അപ്പോൾ അവർക്ക് ഇന്ന ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. ചിലവർക്ക് കഞ്ഞി മതി, ചിലവർക്ക് ഇതും മതി. ജൂനിയർ ആർട്ടിസ്റ്റാണേ. അപ്പോൾ അവരെ അതേപോലെ ഞങ്ങൾ കൊണ്ടുപോയി. അതുകൊണ്ടാണല്ലേ 2000 പേർക്ക് ഒന്നിച്ച് നിന്ന് അവർ നമ്മൾ പണിയെടുത്തത്. 8 ദിവസം ഷൂട്ട് ചെയ്തില്ലേ. നമുക്കൊരു കംപ്ലൈൻറ്റും ഇല്ലല്ലോ. എല്ലാവരും സന്തോഷം ഷൂട്ട് ചെയ്ത് പോയി. അപ്പം നമ്മളെ ഇറങ്ങി കംഫർട്ടാക്കണം എല്ലാവരെയും. ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഇറങ്ങി കംഫർട്ട് ചെയ്യണം. അവർ ഏത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഡയറക്ടർ എടുത്ത് പറയാം, ഇങ്ങനെയാണ് സംഭവം സാറേ, അത് കുഴപ്പമാണ്, നമുക്ക് കട്ടില്ല. നമ്മൾ ഇറങ്ങും, നമ്മൾ പ്രൊഡക്ഷൻ ചോദിക്കും. നമ്മൾ വിളിച്ചു വരുത്തിയ ആൾക്കാരാണ്. കോവിഡ് സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മാസ്ക് കൊടുത്ത് സാനിറ്റൈസർ കൊടുത്ത് ഷൂട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ പോയി. അപ്പം നമ്മളും കൂടെ നോക്കണം. അത് ഓരോ സിനിമ വരുമ്പോഴും നമ്മളും കൂടെ ഇറങ്ങി, നമ്മുടെ കുട്ടികളാണ് എല്ലാവരും, ആ രീതിയിൽ പോയാൽ മതി. ഒരു ടെൻഷനില്ല. എല്ലാ സെറ്റിലും ഇത് നടക്കണം. മിക്ക സെറ്റിൽ നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികളുടെ സെറ്റിൽ നടക്കുന്നുണ്ട്. എല്ലാവരും നല്ല നീറ്റായിട്ടാണ് പോകുന്നതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അല്ല, ഇങ്ങനെ ഒരു പരാതി റേസ് ചെയ്ത് വന്നാൽ ഒരു തോന്നില്ലേ, ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് ഒരു പരാതി ഇപ്പൊ സെറ്റിൽ വരികയാണെങ്കിൽ, ഇപ്പൊ സാറിന്റെ സെറ്റിൽ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു, അങ്ങനെ ഒരു പരാതി വരികയാണെങ്കിൽ അതിനൊരു കമ്മിറ്റി ഫോം ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു തീരുമാനം. എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും അവിടെ പ്രൊഡ്യൂസർ എടുത്ത് പറയണം, അല്ലെങ്കിൽ ഡയറക്ടർ എടുത്ത് പറയണം. ഇതിങ്ങനെ ഒരു സംഭവമുണ്ട്, അനാവശ്യമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ എടുത്ത് അപ്പം അവരെ പുറത്താക്കിയിട്ടുണ്ട്. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. അങ്ങനെയില്ല. ഒരു എന്താണ് ചിന്താമണിൻ്റെയോ അത് ഏതൊരു സെറ്റിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി നമ്മുടെ വെളിയിലാക്കിയിട്ടുണ്ട്. ഇതേപോലെ ഡിസ്റ്റർബ് ചെയ്യുന്നു, ആവശ്യമില്ലാതെ മെസ്സേജ് അയക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ അവരെ പറഞ്ഞു, ദൈവത്തോർത്ത് നിങ്ങൾ പോവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രാത്രിയൊക്കെ നടിമാരുടെ വാതിൽ മുട്ടുക, സാർ അതൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മൾ ഒന്നാമത് ഈ ആർട്ടിസ്റ്റുകൾ താമസിക്കുന്ന സ്ഥലത്തല്ല നമ്മൾ താമസിക്കുന്നത്. നമ്മൾ പ്രത്യേകമാണ്. എപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് സീൻ ചോദിക്കാൻ വരും, അത് ചോദിക്കാൻ വരും, ഇത് വരണ്ട എന്ന് പറഞ്ഞാൽ എല്ലാ സെറ്റിലെ അല്ലെങ്കിൽ അസോസിയേറ്റഡ് ചോദിക്കുക. ഞങ്ങളിവിടെ വേറെ സെപ്പറേറ്റ് ആണ്. ടെക്നീഷ്യന്മാരൊക്കെ ഞാൻ ആദ്യമേ പറയും, ഞങ്ങളുടെ സെറ്റ് ഞങ്ങളുടെ എല്ലാ ഇപ്പോൾ ഈ രഞ്ജിത്തുമായിട്ടുള്ള കോപ്പറേറ്റീവ് പടങ്ങളെല്ലാം തന്നെ നമ്മൾ പ്രത്യേക ഫ്ലാറ്റിൽ നമ്മൾ താമസിക്കും. എന്ന് പറഞ്ഞാൽ എനിക്ക് 5 മണിക്ക് ഞാൻ സിറ്റി പോകുന്ന ആളാണ്, കറക്റ്റ് 9 മണിക്ക് ഉറങ്ങുന്ന ആളാണ്. എനിക്ക് ആ മസ്റ്റാണത്. എനിക്ക് എന്ന് പറഞ്ഞാൽ അത്രത്തോളം 5 മണിക്ക് ഇറങ്ങിയാൽ എനിക്ക് കറക്റ്റായിട്ട് വർക്ക് കിടക്കത്തുള്ളൂ. മോർണിംഗ് വർക്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ആണ് ഞാൻ. എന്ന് പറഞ്ഞാൽ ബാക്കി ഉച്ച കഴിയുമ്പോൾ എല്ലാവരും തളർന്നു പോകും.
എല്ലാവരും ഇങ്ങനെ അവശരായിപ്പോയി. യൂണിറ്റ് പിള്ളേർ വരെ അവശരാകും. അപ്പോൾ നമുക്കറിയാം ഇത് ശ്രദ്ധ എടുക്കേണ്ടത് മോർണിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ ഓടിച്ചിട്ട് 3 സീൻ തീർക്കണം എന്നുള്ള രീതിയിൽ ചെയ്യും. അല്ലേ, ഇപ്പൊ നായികമാരല്ലാതെ എടുത്തു നോക്കുകയാണെങ്കിൽ പോലും ഇപ്പൊ ആ ജൂനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെയുള്ള ഒരു പരാതി മണിക്കൂർ കണക്കിന് അവരെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ചില സംവിധായകർ അത് മാനിക്കാറ് പോലുമില്ല. ഇല്ല, മണിക്കൂറില്ല. അവർക്ക് 2 കോൾ ഷീറ്റായിട്ട് കൊടുക്കുക, 2 കോൾ ഷീറ്റായിട്ട് കൊടുക്കുള്ളൂ. ഇപ്പം നമ്മളൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ഏജന്റെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് ഇത്രയും വേണം, ഞങ്ങൾക്ക് വേണം. നമുക്ക് നേരിട്ട് പറ്റില്ലല്ലോ. അതിന് സെപ്പറേറ്റ് ഏജൻസ് ഉണ്ട്. അവരടുത്ത് ഇങ്ങനെ പറയും, ഇങ്ങനെയുള്ള ആൾക്കാർ വേണം, ഇത്ര ഏജുള്ള ആൾക്കാർ വേണം, ഇത്ര ഗ്രാമീണ ലുക്കുള്ള ആൾക്കാർ വേണം, എത്ര റിച്ച് ലുക്കുള്ള ആൾക്കാർ വേണം എന്നൊക്കെ അവരടുത്ത് പറയുമ്പോൾ അവർ സ്പെസിഫിക് ആയിട്ട് കൊണ്ടുവരും. ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ഫോറിനേഴ്സ് വേണം, അത് പ്രത്യേക സെക്ഷനുണ്ട്, അവർ കൊണ്ടുവരും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എത്ര സമയം മണിക്കൂർ, അല്ലാതെ കണ്ടിന്യൂസ് അങ്ങനെ ചെയ്തിട്ടില്ല. അഥവാ ചെയ്തിട്ട് 7 മണിക്കാണെങ്കിൽ നമ്മൾ എത്ര ടെമ്പോ ഇതിനെ വിട്ടുകൊടുത്തിട്ടുണ്ട്. കുട്ടികളെ കൊണ്ടുവിടാനും അതിന് ട്രാവലേഴ്സ് എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് അങ്ങനെ പകുതി ഇറക്കി വിടുന്ന പ്രശ്നമൊന്നുമില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് സംവിധായകരുടെ സംഘടന എന്തെങ്കിലും ഇല്ല, അവര് അസോസിയേഷൻ പറഞ്ഞുകൊണ്ടാണ് ഞാനൊരു അഭിപ്രായം പറയാത്തത്. എന്ന് പറയുന്നത് നമുക്ക് അത് പറയാൻ പാടില്ല. അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും പറയുകയാണെങ്കിൽ അസോസിയേഷൻ പറയും. അത് പറയട്ടെ, അവർ ഇന്നൊന്ന് പറയുന്നു. അതുകൊണ്ടാണോ ഒരു നിലപാട് കൃത്യമായി? ഇല്ല, അസോസിയേഷനിൽ വിശ്വസിച്ച ആൾക്കാരില്ലേ, നമ്മുടെ അസോസിയേഷന്റെ കൂടെ നിൽക്കണ്ടേ. ഈ ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ ഭാവനയുമായി കൊളാബറേറ്റ് ചെയ്യുക, ഭാവന നായികയിലേക്ക് തിരിച്ചു വരിക, അതെന്താണ് അങ്ങനെ ഒരു തീരുമാനം? കാരണം ഒരു ഗ്യാപ്പിന് ശേഷം വരുന്നു, പുള്ളിക്കാരി തന്നെ 2-3 സിനിമകൾ അഭിനയിച്ചതിന് ശേഷം ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് പോയി ഒരു സിനിമ വന്നിട്ടുള്ള ആ ഒരു കാസ്റ്റിംഗിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഇല്ല, ഒരു മെച്യൂർഡ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് വേണമെന്നുള്ളതാണ് അതിനകത്ത്. നമ്മൾ ഫോറൻസിക് പഠിക്കുന്ന കുട്ടികളുണ്ട്, കുറച്ച് ഏജ് ആയിരിക്കണം, വെറും കൊച്ചു കുട്ടികൾ പാടില്ല. അങ്ങനത്തെ സാധനത്തിലാണ് ഞങ്ങളത് ചൂസ് ചെയ്തത്. ഞങ്ങൾ പാർവതിയൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ബിസി ആയിട്ട് ഉള്ള സമയമാണ്. ഈ സമയത്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പ്രോജക്റ്റ് കുറച്ച് നീക്കി പോയതുകൊണ്ട് പക്കായിട്ട് നമുക്ക് കിട്ടിയില്ല ആർട്ടിസ്റ്റുകളെ. അപ്പോൾ കുറച്ച് ആർട്ടിസ്റ്റുകളെ നമ്മൾ തിരക്കി, കിട്ടാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരേ തിരക്കാണ്. പെട്ടെന്നാണ് ഭാവനയുടെ ഡേറ്റ് ഓക്കെ ആയിട്ടെന്നുള്ള സമയം പെട്ടെന്ന് ഭാവനയെ കിട്ടിയത്. ഭാവന അപ്പോൾ കന്നഡ സിനിമ ചെയ്തിട്ട് വരുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. മനസ്സിലായി. ഈ കഴിഞ്ഞ ദിവസം റിലീസായ സിനിമകളുടെ എണ്ണം ഏകദേശം 9 സിനിമകൾ. ഇതിനകത്ത് ഒരു കോംപ്രമൈസിങ് വേണമെന്ന് തോന്നിയിട്ടില്ല സാർ? എല്ലാവർക്കും ഈ 9 സിനിമകളും പോയി കാണാൻ പറ്റുക എന്ന് പറയുന്നത്. അതിന് പ്രശ്നം എന്നറിയാമോ? ഇപ്പോ ഈ വയനാട് ദുരിതം ഉണ്ടായി. ആ ദുരന്ത സമയത്ത് റിലീസ് ചെയ്ത സിനിമകളാണ് ഇപ്പൊ എല്ലാം വന്നിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണം റിലീസാണ്. അപ്പൊ തിയേറ്റർ കിട്ടത്തില്ല. പിന്നെ ഇത് ഡിലേ അങ്ങ് പോകും. അപ്പോൾ അതിനാണ് അവർ പ്രത്യേകം ചെയ്തത്. ആ സമയത്ത് തിയേറ്ററിൽ മാക്സിമം ആൾക്കാരെ കണ്ട് സെക്കൻഡ് ഇത് വരുമ്പോൾ, ഓണത്തിന് വരുമ്പോൾ ബീസ് ക്ലാസ്സിലോട്ട് പോവാം എന്നുള്ള രീതിയിലാണ് അങ്ങനെയാണ് റിലീസ് ചെയ്തത്. അല്ല, ഞാൻ പറയുന്നത് വയനാട് ദുരന്തം മാത്രം മാറ്റി നിർത്തിയാൽ പോലും അല്ലാത്ത ആഴ്ചകളിൽ പോലും സിനിമകളുടെ എണ്ണങ്ങൾ റിലീസ് ആവുന്ന 5-6 സിനിമകൾ പണ്ട് ഇഷ്ടംപോലെ സിനിമ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ OTTയുടെ പ്രശ്നം എന്ന് പറയുന്നത് റിലീസ് ചെയ്ത ശേഷമാണ് OTT കൊടുക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അത് പെട്ടെന്ന് റിലീസ് ചെയ്തേ പറ്റുള്ളൂ അവർക്ക് എല്ലാം. പണ്ട് OTTക്കെല്ലാം കൊടുത്ത് വ്യവസായം ഒന്ന് ഓക്കെ ആക്കിയിട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പം അത് പറ്റില്ല. ഇപ്പോൾ റിലീസ് ചെയ്ത ശേഷമേ അവർ എടുക്കത്തുള്ളൂ. അവർ നിലപാട് മാറ്റിയപ്പോൾ നിങ്ങൾ ഒരു പ്രശ്നത്തിലായതുപോലെ ഉണ്ടോ? ഉണ്ട്, ഫിനാൻഷ്യലി കുഴപ്പമുണ്ട്. എന്ന് പറഞ്ഞാൽ 10-20 സിനിമ ഒന്നിച്ച് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 3-4 ഫിലിമേ ഉള്ളൂ ആ ഫിലിം ചേംബറിൽ രജിസ്ട്രേഷൻ. അത് ഞങ്ങൾ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട് സിനിമയിൽ. ഒരു ചേഞ്ച് ആണല്ലോ ഇപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം. ഫിലിമോഗ്രഫി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എലോൺ ആയാലും ഇപ്പോൾ ഈ ഹണ്ട് ആയാലും ഒരു ഡിഫറെന്റ് അപ്രോച്ചാണ്. എന്താണ് അതിനുള്ള ഒരു കാരണം? അങ്ങനത്തെ സാധനം വരുമ്പോഴേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നരസിംഹം നേരിട്ട പോലത്തെ വിമർശനങ്ങളൊക്കെ കാരണമാണോ? അല്ല, എനിക്ക് ചെയ്യാമായിരുന്നല്ലോ. ഇപ്പോൾ ഒരു കോവിഡ് സമയത്ത് ഒരു സിനിമ എന്ന് പറയുക, മോഹൻലാൽ വിളിച്ച് പറഞ്ഞു കുഞ്ഞു സിനിമകൾ ചെയ്താൽ കുറേ ആൾക്കാർക്ക് ജോലി കിട്ടും. ഇപ്പോൾ ഔട്ട്ഡോറിലൊന്നും പോയി ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ സബ്ജക്റ്റ് ചൂസ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്താണ് ഒരു ചെറിയ സിനിമ ഉണ്ടാക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറേ ആൾക്കാർക്ക് കോവിഡ് സമയത്ത് ജോലി ചെയ്യാൻ അവസരം കൊടുത്തു. അപ്പോൾ കുറേ ആൾക്കാർ കിട്ടി. എല്ലാവരും മാസ്ക് വെച്ച് യൂണിറ്റിനകത്ത് ഫുൾ കവർ ചെയ്താണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ അത്രയും പേർക്ക് ജോലി കിട്ടിയില്ലേ ആ സമയത്ത്? ചുമ്മാ ഇരുന്നില്ലല്ലോ സിനിമ. അപ്പോൾ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇറങ്ങുമ്പോഴല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അത് തിയേറ്ററിക്കൽ റിലീസ് ആയിട്ടാണല്ലോ പിന്നീട് ആയിട്ടല്ല വന്നത്. പക്ഷെ അത് തിയേറ്റർ റിലീസ് ചെയ്ത് എങ്ങനെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അത് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ അതിന് OTT ആദ്യമേ പോയ പടമാണ് അത് തിയേറ്ററിലായി മാറിയതാണ്. അതെ, തിയേറ്ററിൽ ഇടാം എന്ന് ചുമ്മാ ഒന്ന് കണ്ടീഷൻ, ഇങ്ങനത്തെ ഒരു സാധനം സോളോ ആയിട്ട് എങ്ങനെ പുള്ളി കാണും എന്നുള്ള രീതി കൊടുത്താണത്.
ഇപ്പം നരസിംഹത്തിന് നേരിട്ട് വിവാദങ്ങളല്ലാതെ കടുവയ്ക്കും ആ ഒരു സീനിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ബോധപൂർവമായ ഒരു പേടി ഉള്ളിൽ വരാറുണ്ടോ? ചെറിയ ഇതുപോലത്തെ മാസ് സിനിമകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡയലോഗ് എഴുതുമ്പോഴോ ഇപ്പോഴും ആ ഒരു പേടി ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സർ? ഇല്ല, എന്നാൽ നമ്മൾ ഒരിക്കലും അറിയുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ലോ എടുക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന സിനിമയിലും ജീവിതത്തിലെ പ്രശ്നമാണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ല അവരെടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ പെട്ടെന്നൊരു സാധനം ഇപ്പൊ വിവാദത്തിനാണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളത്. കാര്യങ്ങളാണ് സർ ചോദിക്കുന്നത്, വിവാദങ്ങളല്ല സാർ. അത് ക്ലിയർ ആയിട്ട് വരുമ്പോൾ പിന്നെ ഓക്കെ ആണെന്ന് പറയാം, പിന്നെ നിങ്ങൾ ഇടുന്നില്ലല്ലോ ആരും. അതല്ല, സിനിമാ മേഖലയിലുള്ളവരോടല്ലേ നമുക്ക് ഇത് അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ കറക്റ്റാണ്. നമ്മൾ സംഭവം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ലല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. സാറിന്റെ സെറ്റിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സാർ നമ്മുടെ സെറ്റിലുണ്ടെങ്കിൽ നമ്മൾ കംപ്ലൈന്റ് വരണ്ടല്ലേ? നമ്മളെല്ലാം വന്ന് പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, പല സംവിധായകരിലേക്ക് അപ്രോച്ച് ചെയ്യാൻ ചിലപ്പോൾ ചില താരങ്ങൾക്ക് പറ്റാതെ വരുന്ന ഒരു സാഹചര്യമില്ലേ? ഒരിക്കലുമില്ല. അതൊക്കെ ഓപ്പൺ ആയിട്ടല്ലേ നമ്മൾ സംസാരിക്കുന്ന എല്ലായിടത്തും. അവർക്കൊക്കെ എപ്പോഴും അപ്രോച്ച് ചെയ്യാം. വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം നിർബന്ധമുണ്ടോ? സാർ, അത് എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഇപ്പൊ മറ്റൊരു സെറ്റിൽ പറ്റി എനിക്ക് ഒരു പിടിയില്ല. ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ ഈ 4 പടം കണ്ടിന്യൂസ് ചെയ്തത്. മറ്റേ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ട് തമിഴിൽ പോയി ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് പടം അങ്ങനെ പോയിരിക്കായിരുന്നില്ല. അല്ല, പക്ഷെ ഇതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാവണമെന്ന് സാധിക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിയമപരമായിട്ടും കോടതിയുണ്ട്, സർക്കാരിന്റെ സപ്പോർട്ടുണ്ട്. എല്ലാം കൂടെ ചെയ്തിട്ട് ഇത് ക്ലിയർ ആവും എന്നാണ് തോന്നുന്നത്. എല്ലാം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഒരു സ്റ്റോപ്പ് ചെയ്യണ്ടേ? അതെ, സ്റ്റോപ്പ് ചെയ്യണം. അതെ, അത് ചെയ്യണം. ഓക്കെ. സാറിന് അടുത്ത് എങ്ങനെയാണ് പ്ലാൻ? എന്താണ് ഞാൻ ചോദിക്കുന്നത്? ഇപ്പൊ ഷാജി കൈലാസ് സിനിമകൾ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളൊരു അടുത്തത് ഒരു മാസ സിനിമ പ്രതീക്ഷിക്കുമായിരുന്നു. ഇപ്പൊ സാർ തന്നെ ട്രാക്ക് മാറ്റിയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും ട്രാക്ക് മാറ്റിയതല്ല, ഇത് യാദൃശ്ചികമായിട്ട് നമ്മളിപ്പോ ഇറങ്ങുന്നു. അപ്പൊ നോക്കുമ്പോൾ വലിയ വലിയ താരങ്ങളെ കിട്ടുന്നില്ല, അവരെല്ലാം ബിസി. നമ്മളപ്പോ അത് ചെയ്യാത്തുണ്ട്. നമ്മൾ ചെറിയ ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ഷാജി കൈലാസിന് ഡേറ്റ് ചെയ്ത താരങ്ങളും ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെയില്ല, ഷാജി കൈലാസ് എന്നൊരു സംഭവം അല്ലല്ലോ, പ്രോജക്റ്റിനാണ് ഡേറ്റ്. ഒരു നല്ല കഥയ്ക്കല്ലേ ഡേറ്റ് വരുന്നത്. ആ കഥാപാത്രമായിട്ട് ചെയ്യാൻ കഴിയുന്ന ആളല്ലേ അവർ ഡേറ്റ് കൊടുക്കുന്നത്. ഇത് കൊള്ളാം എന്നുകൊണ്ട് അവരെ അട്രാക്ട് ചെയ്യുന്നത്. ആ സാധനം കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ടല്ലേ നമുക്ക് പോകാൻ പറ്റാത്തത്. അപ്പൊ സാർ ഇപ്പൊ ഹണ്ടിൽ ഹോൾഡ് ചെയ്യാണ്. ഹണ്ട് കൊണ്ടിരുന്ന അടുത്ത സാധനം നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, അടുത്ത സബ്ജക്ട്സ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. എന്തായാലും സാർ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.